എല്ലാവർക്കും ദ മൈൻഡ് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടോപ്പ് 5 മസ്റ്റ് റീഡ് ബുക്സുകൾ ഏതൊക്കെയാണെന്നാണ്. ഈ ബുക്സ് എല്ലാം ഞാൻ വായിച്ചതും എനിക്ക് വളരെ ഉപകാരപ്പെട്ടതും എൻ്റെ ലൈഫിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചതുമായ ബുക്സാണ്. സോ എനിക്കിതെല്ലാം നിങ്ങൾക്കും കൂടി വേണ്ടി സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ ബുക്സ് എല്ലാം വായിച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെയും ലൈഫിൽ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ ബുക്സ് നിങ്ങൾ മുൻപേ തന്നെ വായിച്ചിട്ടുണ്ട് എന്നതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ കൂടുതൽ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വൺസ് അഗൈൻ വെൽക്കം ടു ദ മൈൻഡ് ഗാർഡൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇക്കിഗായി എന്ന ബുക്കാണ്. ഇതിൻ്റെ ഓതർ ഹെക്ടർ ഗാർസിയ, ഫ്രാൻസിസ് എം മിറാലസ് എന്ന് പറയുന്ന 2 ഓതേഴ്സാണ്. ഇത് ഏകദേശം 208 പേജസോളം ലെങ്ത് വരുന്നുണ്ട്. ഇത് സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു ബുക്കും കൂടിയാണ്. ഇതിനെ ജാപ്പനീസ് സീക്രട്ട് ഫോർ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്നും വിളിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ ബുക്കിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഓവർവ്യൂ നോക്കുമ്പോൾ ഈ ബുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയതും നമുക്ക് വളരെയധികം കംഫർട്ട് തരുന്നതുമായ ഒരു ബുക്കാണ്. ഈ ബുക്കിൽ നിങ്ങളുടെ ലൈഫിലെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാനും നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ സ്വന്തം യുണീക്കായിട്ടുള്ള പാഷൻ്റെ പിറകെ പോകാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ബുക്ക് തീർച്ചയായും ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യും. നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണിത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ ബുക്കാണ് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. ഇതിൻ്റെ ഓതർ ഡെയിൽ കാർണേജിയാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് പഴക്കമുള്ളൊരു ബുക്കാണ്. സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ബുക്ക് വരുന്നത്. ഏകദേശം 306 പേജസോളം ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് മെയിനായിട്ട് ഇത് വായിക്കുന്ന റീഡേഴ്സിന് കൂടുതൽ മെച്ചപ്പെട്ടതും എൻജോയബിളും ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇത് നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റുള്ളവരെക്കുറിച്ചും അവെയറായിട്ടിരിക്കാൻ സഹായിക്കും. ഡെയിൽ കാർണേജി ഇതിൽ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിലെയും സൂക്ഷ്മതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ചും അറിയാൻ സാധിക്കും. സോ ഇതാണ് 2ാമത്തെ ബുക്ക്. ഇതും നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരു ബുക്ക് തന്നെയാണെന്നാണ് ഞാൻ പറയാം. സോ നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഇതിൻ്റെ ഓതർ റോബർട്ട് ടി കിയോസാക്കി. നിങ്ങൾ ഒരുപാട് പേർ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവുന്നൊരു ബുക്കാണ് ഈ ബുക്ക്. ഇതിൻ്റെ കാറ്റഗറി പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇത് ഉൾപ്പെടുക. ഏകദേശം 207 പേജസോളം ലെങ്ത്തും വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിച്ച് ഡാഡ് പുവർ ഡാഡ് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിൽ പറയുന്ന റിച്ച് ഡാഡ് എന്നത് ഓതറിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ്. അദ്ദേഹം തൻ്റെ ഇൻവെസ്റ്റിംഗ് കൊണ്ടും ഓൺട്രപ്രണർഷിപ്പ് കൊണ്ടും വളരെ വെൽത്തി ആയിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഇതിൽ പറയുന്ന പുവർ ഡാഡ് എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്കറും എന്നാൽ പറയാവുന്ന ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഒന്നുമില്ലാത്ത ഓതറിൻ്റെ തന്നെ സ്വന്തം അച്ഛനാണ്. ഇതിൽ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസും അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫൈനാൻഷ്യൽ ലിറ്ററസി നേടുന്നതിനെക്കുറിച്ചും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചും എങ്ങനെ ഒരു ബിസിനസ് നന്നായിട്ട് കെട്ടിപ്പണിയാം എന്നുള്ളതിനെക്കുറിച്ചും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ IQ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതും പറയുന്നുണ്ട്. സോ ഈ ബുക്കും ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുപാട് പേര് ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും കൂടി വായിച്ചിട്ടില്ലാത്തവർ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫൈനാൻസ് കാറ്റഗറിയിലെല്ലാം മണി മാനേജ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൂടുതൽ മനസ്സിലാക്കണം അല്ലെങ്കിൽ പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വായിച്ചു നോക്കേണ്ട ഒരു ബുക്കാണ് ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ്. അടുത്തത് നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ഇതിൻ്റെ ഓതറാണ് ജെയിംസ് ക്ലിയർ. ഇതും സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഇതിനും ഏകദേശം 320 പേജസോളം വരുന്നുണ്ട്. അറ്റോമിക് ഹാബിറ്റ്സിനെ കുറിച്ച് നോക്കുമ്പോൾ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ ജെയിംസ് ക്ലിയർ വളരെ വ്യക്തമായിട്ട് തന്നെ അത് വായിക്കുന്ന റീഡേഴ്സിന് അവരുടെ നെഗറ്റീവായിട്ട് അവരെ ബാധിച്ചിട്ടുള്ള ഏത് ഹാബിറ്റ്സും, അതായത് പ്രൊക്രാസ്റ്റിനേഷൻ ആവട്ടെ
അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുമാറാത്ത അഡിക്ഷൻസ് എല്ലാം റിപ്ലേസ് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഹാബിറ്റ്സ് കൊണ്ടുവരാൻ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഈ ബുക്കിന് വലിയ രീതിയിലുള്ള സ്വീകരണം കിട്ടിയിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള സ്ട്രോങ് ഡിസപ്രൂവൽസും കിട്ടിയിട്ടുണ്ട്. എങ്കിലും കൂടി ഇത് ബെസ്റ്റ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ബുക്സ് ഓഫ് ഓൾ ടൈം എന്ന ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. സോ ഇത് വളരെ എഫിഷ്യൻറ്റും വളരെ എഫക്റ്റീവുമായിട്ടുള്ള ഉപകാരപ്പെട്ട ഒരു ബുക്കാണെന്നാണ് ഞാൻ പറയുള്ളൂ. അറ്റോമിക് ഹാബിറ്റ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം മാറ്റി നല്ല ഹാബിറ്റ്സ് കൊണ്ടുവരാനും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു ബുക്ക് തന്നെയാണ് അറ്റോമിക് ഹാബിറ്റ്സും. ഇത് നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. അടുത്തതാണ് നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തേതും 5ാമത്തേതുമായിട്ടുള്ള ബുക്ക്. അതാണ് സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. അതിൻ്റെ ഓതറാണ് യുവൽ നോഹ ഹരാരി. നിങ്ങൾ ഒരുപാട് പേർ കേട്ടിട്ടുണ്ടാവും ഈ ബുക്കിനെ കുറിച്ച്. ഇത് ഏകദേശം 443 പേജസോളം ലെങ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കാറ്റഗറി നോക്കുമ്പോൾ ഹിസ്റ്ററി, സോഷ്യൽ ഫിലോസഫി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് നോക്കുമ്പോൾ യുവൽ നോഹ ഹരാരി ഈ പുസ്തകത്തിന് വേണ്ടി മനുഷ്യരാശിയുടെ സ്റ്റോൺ ഏജ് കാലഘട്ടം മുതൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന 21st സെഞ്ച്വറി വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഉള്ള ഹിസ്റ്ററി സർവേ നടത്തിയിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ദ കോഗ്നിറ്റീവ് റെവല്യൂഷൻ, അഗ്രികൾച്ചർ റെവല്യൂഷൻ, ഗ്ലോബലൈസേഷൻ, സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന ഓരോ സമയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മളാകുന്ന നമ്മുടെ പിൻഗാമികളെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ ബുക്ക് ദ ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ബുക്കും കൂടിയാണ്. ഇതും നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട മറ്റൊരു ബുക്ക് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നതും ഇതിനു മുന്നേ നടന്നിട്ടുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളിത് വായിച്ചു നോക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. സോ ഇതൊക്കെയായിരുന്നു എനിക്ക് പേഴ്സണലി ബെസ്റ്റായിട്ട് തോന്നിയ, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയ 5 ബുക്സ്. സോ ഇതെല്ലാം വായിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും നിങ്ങൾ മറക്കില്ല എന്ന് ഞാൻ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.